ഇനി ആപ്പ് കൊണ്ടുണ്ടായ ആകെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാൻ ഇവിടെ ഒന്ന് നോക്കിയാൽ മതി, കഴിഞ്ഞ വീഡിയോ കാണുക. വേറൊന്നുമല്ല, നമ്മളങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്ന് നമ്മുടെ BevQ ആപ്ലിക്കേഷൻ വന്നു. അപ്പോൾ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ബാറിൽ പോവാണ്. വലിയ കാര്യമായിട്ട് സംഭവം വാങ്ങാനൊന്നുമില്ല. അപ്പുറത്തുള്ള ചേട്ടന് ഒരു ചെറിയൊരു കുപ്പി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു. പ്രായമായ മനുഷ്യൻ്റെ ആഗ്രഹമല്ലേ, അങ്ങ് സാധിച്ചു കൊടുത്തേക്കാന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കമ്പാനിയൻ സനു ബ്രോ ഉണ്ട്. സനു ബ്രോ നമ്മൾ കാണുന്ന പോലെ ചെറിയൊരു മനുഷ്യനല്ല, വലിയ യൂട്യൂബറാണ്, ടിക്ടോക്കറാണ്, മോണിറ്റൈസേഷനൊക്കെ കിട്ടിയ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്. ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടുനോക്ക്. അപ്പോൾ ഞാനും ബ്രോയും കൂടിയാണ് പോണേ. എനിക്ക് ദൈവം സഹായിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നേരം വൈകിയത് കൊണ്ട് നമ്മുടെ മറ്റേ ടോക്കണൊന്നും കിട്ടിയില്ല. ബ്രോ രാത്രി കുത്തിയിരുന്ന് ടോക്കണൊക്കെ എടുത്തു. പറ ബ്രോ, ആ ടോക്കൺ എടുക്കേണ്ട മറ്റേ സെറ്റപ്പ് എന്ന് പറയാം, ഫോർമാലിറ്റീസ് പറഞ്ഞില്ല. എനിക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടില്ല, എനിക്ക് ഫ്രണ്ട്സ് വഴി വാട്സപ്പിൽ എനിക്ക് ആപ്പ് കിട്ടിയത്. അത് വെച്ച് ചെയ്ത് മൊബൈൽ നമ്പർ, പിന്നെ നമ്മുടെ പേര്, പിന്നെ നമ്മുടെ പിൻകോഡ്, ഇത് മൂന്നും വെച്ച് ചെയ്ത് നമ്മൾ വെരിഫിക്കേഷൻ കൊടുത്തു. OTPക്ക് വേണ്ടി ഒരു 10-15 തവണ നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ എല്ലാം കഴിഞ്ഞ് വേണ്ടാന്ന് വെച്ചിട്ട് മൊബൈൽ ഓഫ് ചെയ്യാൻ നിന്നപ്പോഴാണ് എനിക്ക് OTP വന്നത്. അത് ചെയ്തു. എനിക്ക് പുലർച്ചെ ഒരു 2:30 ആയപ്പോഴാണ് സാധനം സെറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്യണവർ മെയിനായിട്ട് രാത്രി 12 മണി തൊട്ട് പുലർച്ചെ 9 മണി വരെ ആ ഗ്യാപ്പിൽ സെറ്റ് ചെയ്താലേ നമുക്ക് ടോക്കൺ കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം മനസ്സിലായില്ലേ, സാധനം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. ഉറക്കം ഒളിച്ചാൽ മാത്രമാണ് സാധനം കിട്ടുള്ളൂ. 12 മണിക്കൊക്കെ ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാതിരുന്നത്. ഫലം കിട്ടും. അതന്നെ, ഇഷ്ടപ്പെട്ട് കുപ്പി വാങ്ങാം. അപ്പോൾ ഇത്രയൊക്കെ ഇപ്പോൾ പറയാനുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മസ്കാണ് ബിഗിലെ മാസ്കും കൊണ്ട് പോകണം. മാസ്ക് മസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഈ സാധനം നിങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ നിങ്ങൾ എടുക്കും, നമുക്ക് യൂഷ്വലി അറിയാം. എനിക്കൊരു കാരണത്താലും ഒരു അഷ്വറൻസ് തരാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വ്ലോഗ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിച്ചോ, ഞങ്ങളും പ്രാർത്ഥിക്കാം. നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടാൻ വേണ്ടി. ചെറിയ മഴയൊക്കെ വന്നിട്ടുണ്ട്, അതൊന്നും കാര്യമാക്കല്ല, ഞങ്ങളിങ്ങ് പോവാണ്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ബിവറേജിൽ ചെന്നിട്ടുള്ള കാഴ്ചകളിലേക്ക്. അപ്പോൾ ഗായ്സ്, നമ്മളിതേ നമ്മുടെ ബാറിലെത്തി വെയിറ്റ് ചെയ്യാണ്. അകത്തേക്ക് നമ്മുടെ ടൈം കിട്ടിയാണ് 12:45. ഇപ്പോൾ 12:35 ആയിട്ടുള്ളൂ. 10 മിനിറ്റ് കൂടി ഉണ്ട്. നല്ല തിരക്കുണ്ട് പിറകിൽ. 10-60 പേര് ക്യൂ നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തോ പ്രശ്നം കൊണ്ട് നമ്മുടെ സ്കാനിങ്ങും പ്രൊസീജിയറൊന്നും കാര്യമായിട്ട് നടക്കില്ല. അപ്പോൾ വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി അകത്ത് കയറാൻ പറ്റുമോ, അത് എത്ര സമയം എടുക്കും ഒന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ പുറത്ത് കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇങ്ങനെ നോക്കി കാത്തിരിക്കുകയാണ്. ഇത് ബിവറേജ് അല്ല, ബാറിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. പുറത്ത് ഭയങ്കര മഴയാണ്. അതാണ് മൈക്ക് ഞാൻ ഇങ്ങനെ എടുത്ത് കൈപ്പിടിച്ചേക്കണേ. ഇവിടുത്തെ സിസ്റ്റം ആകെ അടപടലം ഫുൾ ഷോക്കായിട്ടിരിക്കുകയാണ്. 10 മണിക്ക് വന്നവരും 10:30 വന്നവരും ഒക്കെ ഇപ്പോഴും ക്യൂലാണ്. ഒരു 10-70 പേര് അപ്പുറത്തെ ക്യൂലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മളും ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കാണ്. ഇവിടെ ചേട്ടന്മാരൊക്കെ വമ്പം കലിപ്പിലാണ്. ഇവരെന്ത് ചെയ്യുമെന്ന് ഇവർക്ക് പോലും അറിയില്ല. ആകെ ഫുൾ സീനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് ഈ മഴയൊക്കെ മാറിയിട്ട് ഇനി കയറ്റി വിടുള്ളൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞ്. BevQ സിമ്പിളാണെന്ന് വിചാരിച്ചു, ബട്ട് അതിൻ്റെ സെർവർ എല്ലായിടത്തും ഓപ്പൺ ആയിട്ടില്ല. ഈ ബാറിൽ നമുക്ക് ഇവിടെ കോഡ് സ്കാൻ ചെയ്യണ സെറ്റപ്പ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ക്രൈസൊക്കെ ഉണ്ടാവണേ. എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഇവിടെ ആകെ ഫുൾ സീൻ കോൺട്രയാണ്. സാമൂഹ്യകലം പാലിച്ചങ്ങ് നിന്നോ. ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ സാമൂഹ്യ അകലനവും പിന്നെ എന്താണ് മറ്റേ സാധനം വെർച്വൽ ഗെയിമിൻ്റെ ഒക്കെ ഗുണം എന്താണ്. ഇത് ബാറുകാർ ചുമ്മാ ഉടായിപ്പോൾ അവരാദ്യം കുറച്ച് നേരം പറയും സ്ക്രീൻഷോട്ടിൽ തരാം, പിന്നെ പറയും സ്ക്രീൻഷോട്ടിൽ തരില്ല. ആകെ ഫുൾ ഇവരെന്തോ ഉദ്ദേശിക്കണേന്ന് ഇവർക്ക് പോലും അറിയില്ല. 12:45 ബില്ലടിച്ച് കിട്ടിയ ടോക്കൺ കിട്ടിയ ഞങ്ങൾക്ക് സാധനം കിട്ടിയപ്പോൾ 3 മണി കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ അവസ്ഥ. സാമൂഹ്യ വ്യാപനത്തിൻ്റെ എക്സ്ട്രീമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കാണാൻ പറ്റുന്നത്. ഈ ഒരു ചേട്ടൻ തുള്ളിച്ചാടി ഓടാണ് ചേട്ടന് സാധനം കിട്ടിയപ്പോൾ. ആകെ ഫുൾ ഇച്ചിരി ശോകമാണ്. പക്ഷേ എങ്കിലും കിട്ടണവരൊക്കെ അങ്ങ് വാരിക്കോരി ആഘോഷിച്ച് സാധനം വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ മച്ചാനും കിട്ടി, മച്ചാനും തുള്ളിച്ചാടി വന്നുണ്ട്.
എൻ്റെ പൊന്നും അങ്ങനെ കാത്തിരുന്ന് സാധനം കിട്ടിയത് മച്ചാൻ മറ്റേ +2 അക്കൗണ്ടൻസി ടാലി ആക്കണ പോലെ തന്നെ ഇതായിരുന്നു. ഭയങ്കര കാൽക്കുലേഷനാണ്. അപ്പോൾ ബ്രോ അനുഭവം പറഞ്ഞേ, എങ്ങനെയുണ്ട് സാധനം വാങ്ങിയിട്ട്? പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തോടത്ത് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 12 മണിക്കാണ് കൂപ്പണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നേരത്തെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈം കിട്ടും. കാര്യം ഞങ്ങളിപ്പോൾ വന്ന കാറിൽ ഈ സാധനം വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കുറേ നേരം നമ്മൾ പോസ്റ്റാക്കി ഒരു 3 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു. ഇതിൻ്റെ വില എന്ന് പറഞ്ഞ റേറ്റ് വില ഇത് BP ഗോൾഡ് 1150 മേടിച്ചിട്ടുണ്ട്. ഇത് 500 അടുത്താണ് മേടിച്ചത്. കറക്റ്റ് എനിക്ക് ഇവിടുന്ന് ബില്ലും കാര്യങ്ങളും തന്നില്ല, അതുകൊണ്ട് അതിൻ്റെ റേറ്റ് ഞാൻ അറിയില്ല. ഒരു ഗംഭീര പ്രയത്നം കൊണ്ട് ലാസ്റ്റ് മച്ചാൻ സാധനം വാങ്ങി. മച്ചാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ജീവിതത്തിൽ ഒരു ക്യൂല് നിൽക്കാൻ ബിവറേജിലേക്ക് ഞാനില്ല. ഈ ആപ്പ് കൊണ്ട് ഒരു ഗുണം ഉണ്ടായെന്ന് എനിക്ക് തോന്നണില്ല. ഇവിടെ അധികമായിട്ടും തന്നെ സാമൂഹിക അകലമൊന്നും പാലിച്ചല്ല നിൽക്കണത്. എൻ്റെ പിറകിൽ കാണാം, ഇത് ഇപ്പോഴും മറ്റേ ബാറിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂ ആണ്. ഈ ചേട്ടന്മാരൊക്കെ ഇനി എപ്പോൾ വീട്ടിൽ പോകുന്നത് എനിക്കറിയില്ല. ഈ ഒരു ആപ്പ് കൊണ്ട് ഒരു ഗുണം ഈ പരിസരത്ത് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉപകാരം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ പറയുക, എനിക്ക് വാക്ക് കിട്ടുള്ള ഭയങ്കരമായിട്ട് തളർന്നിരിക്കണു. ആകെ ഫുൾ വലിയ മെച്ചമൊന്നുമില്ല ആപ്പിൻ്റെ ഉപയോഗം. ഇനിയിപ്പോൾ ഇവിടുത്തെ പ്രത്യേകതയാണോ അതോ ഓൾ അറൗണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ആപ്പ് കൊണ്ടുണ്ടായ ആകെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യവിമുക്ത കിനാശ്ശേരി സ്വപ്നം കണ്ടു കിടക്കുന്ന പല പ്രമുഖന്മാരെയും ഇവിടെ വന്നപ്പോൾ നേരിട്ട് കാണാൻ പറ്റി. മാസ്ക് ഉള്ളതുകൊണ്ട് ആരും തിരിച്ചറിയില്ലെന്നൊക്കെയാണ് പലരുടെയും വിചാരം. പക്ഷേ പല പ്രമുഖന്മാരെയും കണ്ടെത്തി അല്ലേ? ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ദൈവത്തെ പോലെ നാട്ടിലെ പല പ്രമുഖന്മാരുടെയും മുഖംമൂടികൾ ആ ടൈമുള്ളതുകൊണ്ട് അങ്ങ് വീണുടഞ്ഞു പോയി. അപ്പോൾ ആ ഒരു ഉപകാരം ആപ്പ് കൊണ്ടുണ്ടായി. പിന്നെ വേറെ ഉപകാരം ഒന്നും ഉണ്ടായിട്ടില്ല. അത് എൻ്റെ പിറകിൽ പിന്നെ നീണ്ട് നിവർന്ന ക്യൂ ആണ്. അപ്പോൾ ഇവരൊക്കെ ഇനി എന്താവും നമുക്കൊന്നും അറിയില്ല. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ബിവറേജിലേക്ക് ഇല്ല, സാധനം വാങ്ങാനില്ല, ക്യൂ രക്ഷയില്ല. വെർച്വൽ ക്യൂ വെറും എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ വെറും ഒരു അസംബന്ധമാണ്, ഒരു വൻ ഫ്ലോപ്പായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. ഇത് തികച്ചും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ വീണ്ടും രസകരമായ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.